അടിയറ ഡബിൾ സിമ്പൽ സെയിലിംഗ് കമന്ററി ആരംഭിക്കുന്നു. കൃത്യം 28 ദിവസം. നമ്മൾ ഇത്രയും നാളും പറഞ്ഞു വന്നത് കൃത്യമായി സംഭവിച്ചു. 30-ാം തീയതി മേരി ലെസ്ലി കപ്പൽ നമ്മുടെ ബർത്തിലെടുക്കും. 31-ാം തീയതി അൺബർത്തിയും തിരിച്ചു പോകും. 27-ാം തീയതി വലൻസിയയിലെത്തും. കൃത്യം 28 ദിവസം. ട്രിവാൻഡ്രം ട്രാക്കത്തോണ്ട് ഒടുവിലത്തെ കണ്ടെയ്നർ ട്രാക്ക് ചെയ്യുമ്പോൾ കിട്ടുന്ന വിവരം ഇതാണ്. ഉദ്ഘാടനത്തിന് തയ്യാറായ ഒരു കാർഗോ കണ്ടെയ്നർ തലസ്ഥാനത്തെ പ്രധാനപ്പെട്ട ഒരു കയറ്റുമതി സ്ഥാപനമാണ് നിലമേൽസ്. അവരുടെ കണ്ടെയ്നർ എനിക്ക് വളരെ നാളായി പരിചയമുള്ള അതിൻ്റെ ചീഫ് എക്സിക്യൂട്ടീവ് ശ്രീ സുരേഷ് ദീർഘനാളായി തുറമുഖത്തിന് വേണ്ടിയുള്ള സമരങ്ങളിലെല്ലാം എല്ലാ പിന്തുണയും നൽകുന്ന ഒരു വ്യക്തിയായിരുന്നു. ഏറ്റവും ഒടുവിൽ 140 ദിവസത്തെ സമരസമയത്ത് മിക്കവാറും സമരപ്പന്തലിൽ നിരാഹാര സമരവേദിയിൽ അദ്ദേഹം ഉണ്ടായിരുന്നു. ഒരുപാട് കഥകൾ അദ്ദേഹം പറയുമായിരുന്നു. കയറ്റുമതിയിലുണ്ടാകുന്ന ബുദ്ധിമുട്ട്, കാലതാമസം തുടങ്ങിയ ഒരുപാട് കാര്യങ്ങൾ പറയുമായിരുന്നു. ഇന്നലെ രാവിലെ അദ്ദേഹം എനിക്ക് അയച്ച മെസ്സേജ് 38 വർഷത്തെ കാത്തിരിപ്പിനൊടുവിൽ എന്ന് പറഞ്ഞാൽ ഞങ്ങൾക്ക് മുമ്പ് മുതൽ തന്നെ അദ്ദേഹം ആഗ്രഹിച്ചിരുന്നു ഇങ്ങനെ ഒരു തുറമുഖം ഇവിടെ വന്നിരുന്നെങ്കിലെന്ന്. 38 വർഷങ്ങൾക്ക് മുമ്പ് ആഗ്രഹിച്ച സ്വപ്നം. കാർഗോ പുറപ്പെടുന്നത് ഇനി അതിൻ്റെ സാങ്കേതികമായ ചില കാര്യങ്ങൾ. ഷിപ്പിംഗ് ഫ്രം വിഴിഞ്ഞം ഇന്റർനാഷണൽ സീ പോർട്ട്, പോർട്ട് ഓഫ് ലോഡിംഗ് വിഴിഞ്ഞം ഇന്റർനാഷണൽ സീ പോർട്ട്, പോർട്ട് ഓഫ് ഡിസ്ചാർജ് വലൻസിയ സ്പെയിൻ, ഷിപ്പ് ടു വലൻസിയ സ്പെയിൻ. പ്രധാനപ്പെട്ട വിഷയം അതിൻ്റെ താഴെ വരുന്നു. ട്രാൻസ്ഷിപ്മെന്റ് നിൽ. ഒരു ട്രാൻസ്ഷിപ്മെന്റും ഇല്ലാതെ TRV എന്ന് നേരെ വലൻസിയ. ഇതിനിടയ്ക്ക് 1-2 പോർട്ട് കയറുന്നുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. ലാസ് പമാസ് ആണല്ലോ ഇവിടുന്ന് പോകുന്നത്. ലാസ് പമാസ്, അത് കഴിഞ്ഞ് സീനസ്, പോർച്ചുഗലിലെ സീനസ്. പക്ഷേ ട്രാൻസ്ഷിപ്മെന്റ് ഒന്നുമില്ല. നേരെ ആ കപ്പലിൽ തന്നെ പോകുന്നു, വലൻസിയയിൽ ഇറക്കുന്നു. 28 ദിവസം. ഇതാണ് നമ്മൾ ഇത്രയും നാളും പറഞ്ഞുകൊണ്ടിരുന്നത്. TRV വഴി പോയാൽ ആഴ്ചകളും മാസങ്ങളും. കാരണം എന്താണ്, നമുക്ക് 94 ദിവസത്തെ ഒരു കഥ ഓർമ്മയുണ്ടല്ലോ. ട്രാക്കത്തോൺ തുടങ്ങുന്നത് തന്നെ ആ കണ്ടെയ്നർ വെച്ചുകൊണ്ടാണ്. തലസ്ഥാനത്തെ ഒരു കണ്ടെയ്നറാണ് അത്. ബ്യൂണസ് അയേഴ്സിൽ എത്തിയത് 94-ഓ 95-ാമത്തെയോ ദിവസമാണ്. ഇത് 28-ാം ദിവസം അവിടെ എത്തുമെന്ന് MSC അവരുടെ വെബ്സൈറ്റിൽ കുറിച്ചു വെച്ചിട്ടുണ്ട്. ആർക്ക് വേണമെങ്കിലും പരിശോധിക്കാം. ഒരു 20 ഫീറ്റ് കണ്ടെയ്നറാണ്. അത് നേരത്തെ എത്തിക്കുന്നത്. ഇപ്പം ഇത്രയും നേരത്തെ റെഡിയാക്കേണ്ട കാര്യമില്ല. ഇത് ഉദ്ഘാടനത്തിന് വേണ്ടി അവർ നേരത്തെ എല്ലാ തയ്യാറെടുപ്പുകളും നടത്തി പോർട്ടിൽ കണ്ടെയ്നർ എത്തിച്ചിട്ടുണ്ട്. ഒരു കൺഫ്യൂഷൻ ഉണ്ടാകാൻ പാടില്ല. പിന്നെ അത് മാത്രമല്ല, കസ്റ്റംസിന്റെ എന്തെങ്കിലും പരിശോധനയോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതൊക്കെ നേരത്തെ നിർവഹിക്കാനും ഒരു കൺഫ്യൂഷനും ഇല്ലാതെ മേരി ലെസ്ലിയിൽ കണ്ടെയ്നർ കയറ്റി വിടുക എന്നുള്ളതാണ് ദൗത്യം. അങ്ങനെ ആദ്യത്തെ കണ്ടെയ്നർ അനന്തപുരിയുടെ വക തന്നെയാണ് ആദ്യത്തെ കണ്ടെയ്നർ എന്നതും വലിയ നിമിത്തമായി മാറിയിരിക്കുന്നു. ഇനിയുള്ള ദിവസങ്ങളിൽ നമുക്ക് കൂടുതൽ വാർത്തകൾ ഇതുപോലെ വരും. നിലമേൽസിന്റെ ഒരു വാചകം എഴുതി വെച്ചിട്ടുണ്ട് കണ്ടെയ്നറിൽ, ഒരു ബാനറിൽ. പുതുയുഗ കേരളം കുതിക്കുന്നു, വിഴിഞ്ഞം തുറമുഖ കവാടം തുറക്കുന്നു, ആദ്യ കയറ്റുമതി അനന്തപുരിയുടെ സ്വന്തം ബ്രാൻഡ്. അടിയറ സിമ്പൽ. ഇനി നിരവധി ബ്രാൻഡുകൾ, ഇതുപോലെ നിരവധി ബ്രാൻഡുകൾ ഈ മണ്ണിൽ പിറവിയെടുക്കും എന്നുള്ള കാര്യത്തിൽ ഒരു തർക്കവുമില്ല. കാരണം ഇതൊക്കെ വലിയ ഉത്തേജനമാണ്. ലോകത്തിലെ ഏറ്റവും വലിയൊരു തുറമുഖത്തിന്റെ തുടക്കം, അവിടെ നിന്ന് ആദ്യത്തെ കയറ്റുമതി ചരക്കും അനന്തപുരിയുടെ വക. ഇനിയുള്ള ദിവസങ്ങളിൽ നമുക്ക് ഇതുപോലുള്ള വളരെ കൗതുകകരമായ കാഴ്ചകൾ, നിർണായകമായ കാഴ്ചകൾ നമുക്ക് കാണാൻ കഴിയുമെന്നുള്ള കാര്യത്തിൽ തർക്കമില്ല. മുപ്പതാം തീയതി വരേണ്ട മേരി ലെസ്ലി ഇന്നലെ ഉച്ച കഴിഞ്ഞ് 14:37 അനന്തപുരി കടന്നുപോയി. കൊളംബോയിൽ നിന്ന് JNPT-യിൽ നിന്ന് മുണ്ട്രയിൽ നിന്ന് നേരെ TRV. അങ്ങനെയാണ് ആ ഷെഡ്യൂൾ. എന്തായാലും നമ്മുടെ മുമ്പിലൂടെ കപ്പൽ കടന്നുപോയ കാഴ്ചയെ നമുക്ക് കാണാൻ കഴിഞ്ഞു. മറ്റൊരു പ്രധാന കാര്യം,
ഇന്നലെ 236 കപ്പലുകൾ പൂർത്തിയായി. ഈ സാമ്പത്തിക വർഷം ഫിനാൻഷ്യൽ ഇയർ 27 236 കപ്പലുകൾ വന്നു. MSC അറീനയായിരുന്നു. ഫിനാൻഷ്യൽ ഇയർ 27 എന്തായിരുന്നു പ്രത്യേകത? 5 ലക്ഷം കണ്ടെയ്നർ കടന്നു. ഈ സാമ്പത്തിക വർഷം 5 ലക്ഷം കണ്ടെയ്നറുകൾ കടന്നു. ഈ സാമ്പത്തിക വർഷത്തെ ശരാശരി കണക്ക് ഒരു കപ്പലൊന്നിന് 2151 അത് വെച്ച് കണക്കാക്കി നോക്കുമ്പോൾ 5,07,704 കണ്ടെയ്നറുകൾ ഇന്നലെ പൂർത്തിയായി. അപ്പോൾ വളരെ പ്രധാനപ്പെട്ട മൈൽ സ്റ്റോണുകൾ അനന്തപുരി പിന്നിട്ടുകൊണ്ടിരിക്കുകയാണ്. മറ്റൊരു മൈൽ സ്റ്റോണിന്റെ കഥ കൂടി നമുക്കറിയാം. ഹോങ്കോങ് ആൻഡ് ഷാങ്ഹായ് ബാങ്ക് കോർപ്പറേഷൻ HSBC തലസ്ഥാനത്ത് നിന്ന് അവരുടെ ഓഫീസ് അടച്ചുപൂട്ടി പോകുന്ന വാർത്ത വായിച്ച ഓർമ്മ ഇപ്പോഴും കൺമുന്നിൽ തന്നെയുണ്ട്. അതേ HSBC ഇന്ന് വീണ്ടും അവരുടെ ഓഫീസ് തുറക്കുന്നു, തലസ്ഥാനത്ത് തുറക്കുന്നു. എന്തായിരിക്കും കാരണം? വി ആർ ഡിലൈറ്റഡ് ടു വെൽക്കം യു as we mark an exciting new chapter with the opening of HSBC, India's newest branch in തിരുവനന്തപുരം. അവർക്ക് കാര്യങ്ങൾ ബോധ്യമായി. നമ്മുടെ ഇവിടെ ഇരിക്കുന്ന പലർക്കും ബോധ്യമായിട്ടില്ലെങ്കിലും അവർക്ക് കാര്യങ്ങൾ ബോധ്യമായി. Senior HSBC leadership will share perspectives on international banking, global opportunities and the future of വെൽത്ത്. ഇന്ന് രാവിലെ, ഇപ്പോൾ ആദ്യം കാണുന്നവർക്കാണെങ്കിൽ ഇന്ന് രാവിലെ 10 മണിക്കാണ് തലസ്ഥാനത്ത് HSBCയുടെ ഓഫീസ് വീണ്ടും തുടങ്ങുന്നത്. കേരളത്തിൽ ആദ്യത്തെ ATM ഇവിടെ ആയിരുന്നു, ഈ ബ്രാഞ്ചിലായിരുന്നു തുടങ്ങിയത്. കേരളത്തിലെ ആദ്യത്തെ ATM. അതിൻ്റെ കഥ എനിക്ക് തോന്നുന്നു നമ്മുടെ ഡോക്ടർ ജ്യോതിദേവ് അദ്ദേഹത്തിൻ്റെ കുറിപ്പിൽ HSBC introduced India's first ATM in Mumbai in 1987. In December 1993, British Bank of the Middle East, HSBCയുടെ ആ സമയത്തെ പേരായിരുന്നു തോന്നുന്നു. In December 1993, British Bank of the Middle East installed Kerala's first ATM at വെള്ളയമ്പലം, തിരുവനന്തപുരം 1993. 93 മുതൽ 2016 വരെ പ്രവർത്തിച്ച ബാങ്ക് എന്തുകൊണ്ടോ, ബാങ്കിന്റെ ബ്രാഞ്ച് എന്തുകൊണ്ടോ അവര് നിർത്തിപ്പോയി. അവർക്ക് തന്നെ സ്വയം തോന്നി തിരുവനന്തപുരത്ത് വരേണ്ട സമയമായിരിക്കുന്നു എന്നുള്ളത് കൊണ്ടാണ് അവരിന്ന് പുതിയ ബ്രാഞ്ച് ഓപ്പൺ ചെയ്യുന്നത്. തലസ്ഥാനത്തിന് നിഷേധിച്ചതും നിരാകരിച്ചതുമായ നിരവധി കാര്യങ്ങളുണ്ട്. ഓരോന്നായി ഈ നഗരത്തിൽ, ഈ ജില്ലയിൽ വന്നുകൊണ്ടേയിരിക്കും. അതിൻ്റെ തുടർച്ചയായി തൊട്ടടുത്ത ജില്ലകൾ, തൊട്ടടുത്ത പ്രദേശങ്ങളിലെല്ലാം ഇതിൻ്റെ അനുരണനങ്ങൾ ഇനിയുള്ള ദിവസങ്ങളിൽ നമുക്ക് കാണാൻ കഴിയും.